Hi friends, എല്ലാവർക്കും Techispace Malayalamത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ 5G ഫോണുകളുടെ കാലമാണ്. ഇപ്പോൾ എല്ലാ ബ്രാൻഡുകളും അവരുടെ 5G ഡിവൈസുകൾ പുറത്തിറക്കാനായിട്ട് ഉള്ള തിരക്കിലാണ്. അപ്പോൾ Realme രണ്ട് ഡിവൈസുകൾ 5G ഡിവൈസുകൾ പുറത്തിറക്കിയിരിക്കുകയാണ്. Realme X7, Realme X7 Pro എന്നീ രണ്ട് വേരിയൻസ് ആണ് ഇപ്പോൾ Realme പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ഡിവൈസ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സോട് കൂടിയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. സൂപ്പർ AMOLED ഡിസ്പ്ലേ, അതുപോലെ തന്നെ 5G സപ്പോർട്ടഡ് ആണ്. MediaTek Dimensity 800U ചിപ്സെറ്റിൻ്റെ സപ്പോർട്ടും ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് എക്സ്പെക്റ്റേഷനോട് കൂടി നല്ല സ്പെക്കോട് കൂടി പുറത്തിറക്കിയിരിക്കുകയാണ് ഈ ഒരു ഡിവൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme X7ൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഡിവൈസ് അൺബോക്സ് ചെയ്യാം. Realme X7 എത്തിയിരിക്കുന്ന ഒരു സിൽവർ കളർ ബോക്സിലാണ്. ബോക്സിൻ്റെ മേലെ നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു ഡിവൈസ് 5G ഡിവൈസാണ്. ബോക്സിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. Realme X7 Dimensity 800U 5G പ്രോസസ്സറാണ്. 50 വാട്ടിൻ്റെ സൂപ്പർ ഡാർക്ക് ചാർജിങ്, 16.3 അഥവാ 6.4 ഇഞ്ചിൻ്റെ സൂപ്പർ AMOLED ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ് നമുക്ക് Realme X7 ലഭിക്കുന്നത്. 64 മെഗാ പിക്സലിൻ്റെ AI ട്രിപ്പിൾ ക്യാമറ ഈ ഒരു ഡിവൈസിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. 6GB RAM 128GB ഇൻറ്റേർണൽ മോഡലാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ബോക്സ് തുറക്കുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഡോക്യുമെൻറ്റേഷൻസ് ആണ്. റിയൽമി സേഫ്റ്റി ഗൈഡ്, അതുപോലെ തന്നെ ക്യുക്ക് ഗൈഡ് നമുക്ക് ഡോക്യുമെൻറ്റേഷനിൽ ലഭിക്കുന്നുണ്ട്. ഫോണിൻ്റെ കവർ കാര്യങ്ങളൊക്കെ നമുക്ക് പൊളിച്ച് കളയാം. സിൽവർ കളർ മോഡലാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്ക് Realme X7 5Gയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ഡിവൈസിൻ്റെ ബാക്ക് സൈഡ് നല്ല ക്വാളിറ്റി ഉള്ള സർഫസാണ്. പെട്ടെന്ന് സ്ക്രാച്ചൊന്നും വീഴാനുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നില്ല. സിൽവറും ബ്ലൂവും ചേർന്ന ഒരു ഗ്രേഡിയൻ പാറ്റേൺ ആണ് നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ റിയർ സൈഡിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ഫോണിൻ്റെ താഴെ സിം ഇജക്ടർ ട്രേ, ടൈപ്പ് സി ചാർജിങ് പോർട്ട്, സ്പീക്കർ ഗ്രിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലാണ് പവർ ബട്ടൺ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. Realme X7ൽ ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസ്, 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസുമാണ് കമ്പനി ഈ ഒരു ഡിവൈസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ 16 മെഗാ പിക്സലിൻ്റെ ഒരു സിംഗിൾ ഷൂട്ടറാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ കേസാണ് നമുക്ക് Realme X7ൻ്റെ ബോക്സിൻ്റെ കൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് മൊബൈൽ കേസിനകത്ത് ഇട്ട് നോക്കാം. വളരെ കറക്റ്റായിട്ട് തന്നെ മൊബൈൽ ആ ഒരു കേസിനകത്ത് സൂട്ടാകുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കേസ് തന്നെയാണ്. ഓൾറെഡി ഇത്രയും വില കൂടിയൊരു ഡിവൈസ് ആകുമ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള കേസും നമ്മൾ ബോക്സിൻ്റെ കൂടെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് ബോക്സിൻ്റെ കൂടെ തന്നെ 50 വാട്ടിൻ്റെ ഒരു ചാർജർ ബ്രിക്കും USB കേബിളും ലഭിക്കുന്നുണ്ട്. USB കേബിളിൻ്റെ താഴെയായിട്ട് നമുക്കൊരു സിം ഇജക്ടർ ടൂളും അതുപോലെ തന്നെ ഒരു അഡാപ്റ്ററും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഡിവൈസിൽ 3.5mm സെപ്പറേറ്റ് ഇയർഫോൺ ജാക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് കമ്പനി ഒരു അഡാപ്റ്റർ, നമുക്ക് സാധാരണ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാനായിട്ട് ഒരു അഡാപ്റ്റർ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഡിവൈസ് ഓൺ ചെയ്യാം. ഈ ഒരു ഡിവൈസിൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ സെൻസർ, ലൈറ്റ് സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ, ആക്സിലറേഷൻ സെൻസർ, ഗൈറോമീറ്റർ എന്നീ സെൻസേഴ്സ് കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് രണ്ട് കളർ വേരിയൻസിലാണ് ഈ ഒരു ഡിവൈസ് അവൈലബിൾ ആയിരിക്കുന്നത്. നെബുല, സ്പേസ് സിൽവർ എന്നീ രണ്ട് കളർ വേരിയൻസിലാണ്. ഇനി നമ്മൾ പ്രൈസിലേക്ക് വരാണെങ്കിൽ നമുക്ക് രണ്ട് വേരിയൻസ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത്. 6GB RAM, അതുപോലെ തന്നെ 8GB RAM രണ്ട് വേരിയൻസ് ആണ്. 6GB RAM 128GB ഇൻറ്റേർണൽ വേരിയൻറ്റിന് 19,999 രൂപയാണ് പ്രൈസ് വരുന്നത്. അതുപോലെ 8GB RAM 128GB ഇൻറ്റേർണൽ വേരിയൻറ്റിന് 21,999 രൂപയാണ് പ്രൈസ് വരുന്നത്. Realme X7ൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഫ്ലിപ്കാർട്ടിലാണ്.
ഡിവൈസ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഓണായി വന്നിരിക്കുകയാണ്. നമുക്ക് ഡിവൈസിൻ്റെ സാർ വാല്യൂ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹെഡ് വെയ്റ്റ് 0.917, ബോഡി വെയ്റ്റ് 0.561. നമുക്ക് ഈ ഒരു ഡിവൈസിൽ കുറച്ച് പ്രീ ഇൻസ്റ്റാൾഡ് അപ്ലിക്കേഷൻസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിവൈസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഫോണിൻ്റെ അബൌട്ട് ഫോൺ സെക്ഷൻ ഒന്ന് നോക്കാം. Realme X7 5G, Realme യൂസർ ഇൻ്റർഫേസ് വേർഷൻ 1, ആൻഡ്രോയിഡ് വേർഷൻ 10. ചിപ്സെറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് Dimensity 800U ഒക്ടാ-കോർ ചിപ്സെറ്റാണ്. റാം 6GB റാം, 128GB ഇൻറ്റേർണൽ സ്റ്റോറേജിൽ 114GB ആണ് യൂസേഴ്സിന് അവൈലബിൾ ആയിരിക്കുന്നത്. നമുക്ക് Realme X7 ഡാർക്ക് മോഡിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡാർക്ക് മോഡ് ഷെഡ്യൂൾ ചെയ്യാനായിട്ടും നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പാസ്വേഡ്, ഫിംഗർ പ്രിൻറ്റ്, ഫേസ് എന്നീ 3 സെക്യൂരിറ്റി ഫീച്ചേഴ്സാണ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആയിരിക്കുന്നത്. Realme X7 ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. നമുക്കതിന് പലതരം അനിമേഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സെറ്റിങ്സിൽ അവൈലബിൾ ആണ്. Realme X7 ഫിംഗർ പ്രിൻറ്റ് സെൻസർ വളരെ ഫാസ്റ്റായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. യാതൊരുവിധ ഇഷ്യൂ ഇല്ലാതെ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ് റെക്കഗ്നിഷൻ ആണെങ്കിലും വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് Realme X7 ഫങ്ഷൻ ചെയ്യുന്നത്. ഈ ഒരു ഡിവൈസിൽ നമുക്ക് എക്സ്റ്റേണൽ മെമ്മറി കാർഡ് ഓപ്ഷൻ അവൈലബിൾ അല്ല. നമുക്ക് 2 നാനോ സിം കാർഡ്സ് ആണ് ഒരേ സമയം ഈ ഒരു ഡിവൈസിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. ഈ ഒരു ഡിവൈസ് ഇറങ്ങിയിരിക്കുന്നത് മാക്സിമം 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻ്റ് ആണ്. Realme X7 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു ഡിവൈസിൻ്റെ റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 60 Hz റീഫ്രഷ് റേറ്റ് ആണ്. സ്ക്രീൻ ടു ബോഡി റേഷ്യോ 90.8% ആണ്. ഡുവൽ സ്പീക്കേഴ്സാണ് ഈ ഒരു ഡിവൈസിൽ കമ്പനി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് നോക്കാം. അത്യാവശ്യം നല്ലൊരു സൗണ്ട് ലെവൽ ഈ ഒരു ഡിവൈസിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇൻബിൽറ്റ് ക്യാമറ ആപ്ലിക്കേഷനിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. നൈറ്റ് മോഡ്, വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ്, 64 മെഗാപിക്സൽ മോഡ്, മൂവി, ടൈം ലാപ്സ്, അൾട്രാ മാക്രോ, സ്ലോ മോഷൻ, ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിലാണെങ്കിലും നമുക്ക് നൈറ്റ് മോഡ്, വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ്, സ്ലോ മോഷൻ, പനോരമ, ടൈം ലാപ്സ് എന്നീ ഓപ്ഷൻസും അവൈലബിൾ ആണ്. Realme X7 നമുക്ക് വീഡിയോ മാക്സിമം 4K റെസൊല്യൂഷനിൽ വരെ റെക്കോർഡ് ചെയ്യാം. 4K നമുക്ക് മാക്സിമം 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ലഭിക്കുക. 1080 720p വീഡിയോസ് നമുക്ക് മാക്സിമം 60 ഫ്രെയിം പെർ സെക്കൻഡിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. 60 ഫ്രെയിം പെർ സെക്കൻഡിൻ്റെ തൊട്ട് താഴെയായിട്ട് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അൾട്രാ വൈഡ് ലെൻസ് ഇസ് നോട്ട് സപ്പോർട്ടഡ് എന്ന്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ക്യാമറ റിവ്യൂ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. Realme X7 ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് 4K വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. മാക്സിമം 720 1080p വീഡിയോ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പെട്ടെന്ന് എടുത്ത കുറച്ച് ഇമേജ് സാമ്പിൾസ് ആണ് കാണുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്യാമറ റിവ്യൂ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ Realme X7 ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കണ്ടത്. ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ നോക്കിയപ്പോൾ ഒരുവിധം നല്ല ഡിവൈസാണ്. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ്, ക്യാമറ ക്വാളിറ്റി ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.